നമസ്കാരം. കുറച്ച് നാളുകൾക്ക് ശേഷം അല്ലെങ്കിൽ ഒരു ഇടവേളയ്ക്ക് ശേഷം സ്വപ്ന വീണ്ടും രംഗത്തെത്തിയിരിക്കുന്നു. നീതി ലഭിക്കുന്നതുവരെ തൻ്റെ പോരാട്ടം തുടരുമെന്നാണ് കഴിഞ്ഞ ദിവസം അവർ മാധ്യമങ്ങളോട് പറഞ്ഞത്. അതായത് ബിജീഷ് പിള്ള എന്ന ആള് തന്നെ വന്ന് കണ്ടുവെന്നും തന്നോട് നാട് വിടാൻ ആവശ്യപ്പെട്ടുമെന്നും മാത്രമല്ല ഏകദേശം 30 കോടിയും ഒരു പുതിയ പാസ്പോർട്ടും തരാമെന്നും പറഞ്ഞതായിട്ടാണ് സ്വപ്ന പറയുന്നത്. ഗോവിന്ദൻ മാഷാണ് പറഞ്ഞു വിട്ടത് എന്നും അവർ അയൽക്കാരാണ് എന്നും സുഹൃത്തുക്കളാണ് എന്നും അവരുടെ മകൻ്റെ സുഹൃത്താണ് എന്നൊക്കെയുമാണ് ഈ ബിജീഷ് പറഞ്ഞത് എന്നാണ് സ്വപ്ന പറയുന്നത്. അല്ലാതെ എനിക്ക് ഗോവിന്ദൻ മാഷെക്കുറിച്ച് അറിയില്ല, അദ്ദേഹത്തിനെതിരെ ആരോപണം ഉന്നയിക്കേണ്ട കാര്യമില്ല, പക്ഷേ അറിഞ്ഞുകൂടാത്ത വ്യക്തിയെക്കുറിച്ച് ഞാൻ എന്താണ് പറയേണ്ടത് എന്നുകൂടി സ്വപ്ന പറയുകയാണ്. കേസിൽ നിന്ന് താൻ പിന്മാറുന്ന കാര്യമില്ല എന്ന് തന്നെ അവർ ഉറപ്പിച്ച് പറയുമ്പോഴും തൻ്റെ ആരോപണത്തിൽ താനിപ്പോഴും ഉറച്ചു നിൽക്കുകയാണ് എന്ന് തന്നെയാണ് സ്വപ്ന പറയുന്നത്. പോലീസിൻ്റെ ചോദ്യത്തിൽ നിന്ന് മനസ്സിലായത് എന്ന് വെച്ചാൽ ഈ ബിജീഷ് പിള്ളയെ അവർ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നു എന്ന് തന്നെയാണ്. ബിജീഷ് പിള്ളയുടെ വായിൽ നിന്നാണ് ആദ്യമായിട്ട് താൻ ഈ ഗോവിന്ദൻ എന്ന് പറയപ്പെടുന്ന വ്യക്തിയെക്കുറിച്ച്, ഗോവിന്ദൻ മാഷിനെക്കുറിച്ചൊക്കെ താൻ കേൾക്കുന്നത് എന്നാണ് സ്വപ്ന പറയുന്നത്. തനിക്ക് അദ്ദേഹത്തെക്കുറിച്ച് അന്വേഷിക്കേണ്ട കാര്യമേ ഇല്ല. ഒന്നാമത്തെ കാര്യം, തനിക്ക് രാഷ്ട്രീയത്തിൽ യാതൊരു തരത്തിലുള്ള താല്പര്യവുമില്ലാത്ത സാഹചര്യത്തിൽ താൻ എന്തിനാണ് ഗോവിന്ദൻ മാഷെക്കുറിച്ച് ചിന്തിക്കേണ്ടതും ആലോചിക്കേണ്ടതും അദ്ദേഹത്തെക്കുറിച്ച് പറയേണ്ടതും? തന്നെ പല കേസുകളിലും ഉൾപ്പെടുത്തിക്കൊണ്ട് അതിൽ പെടുത്തി ഭയപ്പെടുത്തുവാനുള്ള ഒരു ശ്രമം അത് CPMൻ്റെ ഭാഗത്തു നിന്ന് നടക്കുകയാണ് എന്നും അങ്ങനെ തന്നെ നിശബ്ദയാക്കാമെന്ന് കരുതേണ്ട എന്നുകൂടി സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതിയായിട്ടുള്ള സ്വപ്ന സുരേഷ് ഇപ്പോൾ വാദിക്കുന്നുണ്ട്. CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള MV ഗോവിന്ദൻ മാസ്റ്റർ അദ്ദേഹം നൽകിയ അപകീർത്തി കേസിലാണ്. ആ കേസിലെ ചോദ്യം ചെയ്യലിന് ശേഷമാണ് മാധ്യമങ്ങളോട് സ്വപ്ന പ്രതികരിക്കുകയുണ്ടായിരുന്നത്. അതൊക്കെ ഓക്കെ, സ്വപ്നയ്ക്ക് അങ്ങനെ പ്രതികരിക്കാം, സ്വപ്നയ്ക്കെതിരെ കൊടുക്കുന്ന കേസുകളിൽ എന്താണോ പറയുവാനുള്ളത് അത് പറയുകയും ചെയ്യാം. പക്ഷേ ഇവിടെ അനാവശ്യമായിട്ടുള്ള ചോദ്യങ്ങളാണ് പോലീസ് ചോദിച്ചത് എന്നുള്ളതാണ് സ്വപ്ന പറയുന്നത്. ബിജീഷ് പിള്ളയെ സംരക്ഷിക്കുവാനുള്ള കൃത്യമായ ഒരു ശ്രമം പോലീസ് നടത്തുന്നു എന്ന് തന്നെയാണ് സ്വപ്ന സുരേഷ് സൂചിപ്പിക്കുന്നതും. എന്ന് എൻ്റെ പോരാട്ടം ഇവരോടൊപ്പം തുടങ്ങിയോ അന്നു മുതലാണ് തന്നെ പല കേസുകളിലും പെടുത്തി തന്നെ നിശബ്ദയാക്കണമെന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടി അത്തരത്തിലൊരു ശ്രമമാണ് നടക്കുന്നത് എന്നാണ് സ്വപ്ന പറയുന്നത്. വളരെ അപ്രസക്തമായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നു ഈ പോലീസ്. രവി പിള്ളയ്ക്കും യൂസഫ് അലിക്കും എതിരെയുള്ള തെളിവുകൾ അത് എവിടെ നിന്നാണ് ലഭിച്ചത്, എവിടെയാണ് സൂക്ഷിച്ചിട്ടുള്ളത്, കേന്ദ്ര സർക്കാരിൽ നിന്ന് ആരുടെയൊക്കെ സഹായമാണ് എത്തുന്നത്, അവർ ഏതു തരത്തിലുള്ള സ്വീകാര്യതയാണ് അവർക്കിടയിലുള്ളത്, ആരാണ് നിങ്ങളെ സഹായിക്കുന്നത് എന്നടക്കമുള്ള കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. പ്രാദേശിക നേതാക്കളിൽ നിന്നുള്ള സഹായം അല്ലെങ്കിൽ ഓഫറുകൾ അവ എന്തൊക്കെയാണ് എന്ന് ചോദിക്കുന്നു. കുറ്റവാളികളെ സംരക്ഷിക്കുന്നതിന് ആ കുറ്റവാളികൾ ആരാണോ അവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടി തന്നെ പോലീസ് വിളിച്ചു വരുത്തുകയായിരുന്നു എന്നാണ് സ്വപ്ന പറയപ്പെടുന്നത്. തനിക്ക് MV ഗോവിന്ദൻ എന്ന് പറയപ്പെടുന്ന വ്യക്തിയെക്കുറിച്ച് അറിയില്ല. 2016 മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുവാൻ തുടങ്ങിയപ്പോൾ ഗോവിന്ദൻ എന്നൊരാളെ ഉണ്ട് എന്ന് പോലും തനിക്കറിയില്ല എന്നാണ് സ്വപ്ന പറയുന്നത്. പക്ഷേ പ്രിൻസിപ്പൽ സെക്രട്ടറിയുമായി ബന്ധപ്പെട്ട് വളരെ വലിയ അടുപ്പം പുലർത്തിയിരുന്ന ഒരു വ്യക്തിയായിരുന്നു സ്വപ്ന എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് തന്നെ അദ്ദേഹവുമായി ബന്ധപ്പെട്ട് ഇടപെടുമ്പോൾ എങ്ങനെയാണ് മുൻ മന്ത്രിയെ അറിയാതിരിക്കുന്നത് എന്നൊരു ചോദ്യം പോലീസ് ചോദിക്കുകയും ചെയ്തിട്ടുണ്ട്. ED ബിജീഷ് പിള്ളയോട് 30 കോടിയെക്കുറിച്ച് എന്താണ് ചോദിച്ചത് എന്നും EDയിൽ എൻ്റെ സുഹൃത്ത് ആരാണെന്നുമൊക്കെയാണ് ഇപ്പോൾ പോലീസിൻ്റെ ചോദ്യം ചെയ്യലിൽ വരുന്നത്. ഏതെങ്കിലും കേസിൽ തന്നെ ഉൾപ്പെടുത്തുക, ഉൾപ്പെടുത്തി തന്നെ ജയിലിനകത്താക്കുക, തന്നെ നിശബ്ദയാക്കുക എന്നതാണ് ഈ സർക്കാരിൻ്റെ ശ്രമമെന്ന് തന്നെയാണ് തനിക്കിതിനോട് പറയാൻ കഴിയുന്നത്. പോലീസ് സംരക്ഷണം അടക്കമുള്ള കാര്യങ്ങൾ വേണമോ അല്ലെങ്കിൽ അത്തരത്തിലുണ്ടോ എന്നൊക്കെ ചോദിച്ചപ്പോഴും തനിക്ക് നിശബ്ദത പാലിക്കേണ്ടി വരികയാണ് ചെയ്യുന്നത്. ഇവിടെ ഈ സ്വപ്ന ഇന്ന് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത് തന്നെ ഏതെങ്കിലും തരത്തിൽ വിലക്കെടുക്കാൻ കഴിയുന്ന വണ്ണം, അതാണ് ഞാൻ അത് സൂചിപ്പിച്ചത്, പുതിയ പാസ്പോർട്ട് നൽകാമെന്ന് പറയപ്പെടുന്നു, 30 കോടി രൂപ നൽകാമെന്ന് പറയപ്പെടുന്നു. ഇങ്ങനെ പുതിയ പാസ്പോർട്ടും 30 കോടി രൂപയും ഒക്കെ കൊടുത്ത് ഒതുക്കേണ്ട ഒരു കേസാണ് ഇത് എന്ന് ആർക്കാണ് ബോധ്യപ്പെട്ടിട്ടുള്ളത്? അങ്ങനെ ആരെങ്കിലും ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അവരെ കണ്ടെത്തേണ്ടതല്ലേ? ഇവിടെ ഈ 30 കോടി രൂപ കൊടുത്ത് നിശബ്ദയാക്കാൻ ശ്രമിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് സ്വപ്നയെ? സ്വപ്നയ്ക്കപ്പോൾ അറിയാവുന്ന ഏറെ രഹസ്യങ്ങൾ ആരൊക്കെയോ ഭയക്കുന്നുണ്ട്. ചില മേലാളന്മാർ അതിന് പിന്നിലുണ്ട് എന്ന് സ്വപ്ന പറയുന്നത് സത്യമാണ് എന്ന് കേരളം വിശ്വസിക്കേണ്ടി വരും. ഞാൻ അതുകൊണ്ട് മാത്രമാണ് ഈ
സ്വപ്നയുമായി ബന്ധപ്പെട്ട് വന്ന ഈ വാർത്തയെ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. കാരണം സ്വപ്ന പറയുന്ന ഒരൊറ്റ വാദഗതിയോടാണ്. ഒരു പുതിയ പാസ്പോർട്ട് നിങ്ങൾക്ക് തരാം, 30 കോടി രൂപയും തരാമെന്ന് വിജീഷ് പിള്ള പറയുമ്പോൾ ആ വിജീഷ് പിള്ളയെ അയച്ചതാരാണ്? അതിന് പിന്നിൽ പ്രവർത്തിച്ചതാരാണ്? ഇവിടെ ഗോവിന്ദൻ മാഷ് കൊടുത്ത അപകീർത്തി കേസുമായി ബന്ധപ്പെട്ടിട്ടാണ് ചോദ്യം ചെയ്യൽ എങ്കിൽ കൂടിയും ED അടക്കമുള്ളവർ താങ്കളെ സഹായിക്കുന്നുണ്ടോ? കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ഓഫറുകൾ വരുന്നുണ്ടോ? പ്രാദേശിക നേതാക്കളുടെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ഓഫറുകൾ സ്വപ്നയ്ക്ക് ലഭിക്കുന്നുണ്ടോ? ഇങ്ങനെയുള്ള അനാവശ്യ ചോദ്യങ്ങൾ ചോദിച്ച് മുന്നോട്ട് പോവുകയാണ് പോലീസ് ചെയ്തത്. പക്ഷേ ഇതിനകത്ത് വളരെ ശ്രദ്ധേയമായ ഒരു കാര്യം, മാധ്യമങ്ങളോട് സൂചിപ്പിച്ച കാര്യം, 30 കോടി രൂപയും ഒപ്പം തന്നെ അതിനോടൊപ്പം ഒരു പുതിയ പാസ്പോർട്ടും നിങ്ങൾക്ക് ഈ രാജ്യം വിട്ടു പോകാൻ ഒരു പുതിയ പാസ്പോർട്ടും നൽകാൻ കഴിയും എന്ന തരത്തിൽ വിജീഷ് പിള്ള സ്വപ്നയോട് സംസാരിച്ചു എന്ന് വെച്ചാൽ അതിനർത്ഥം 30 കോടി കൊടുത്ത് സ്വപ്നയെ നിശബ്ദയാക്കുക എന്നുള്ളതാണ്. അങ്ങനെ നിശബ്ദയാക്കണമെന്നുണ്ടെങ്കിൽ അവരുടെ നാവിൻ തുമ്പിൽ ഈ ഭരണസിരാ കേന്ദ്രങ്ങളെ പിടിച്ചു കുലുക്കാൻ പോകുന്ന അത്രയും കെൽപ്പുള്ള സാധനങ്ങളുണ്ട് എന്ന് പറയേണ്ടി വരും. അപ്പോൾ ഈ സ്വപ്ന സുരേഷിനെ ഭയക്കുന്ന ഒട്ടനവധി പേരുണ്ട്. അതിൽ ഗോവിന്ദനുണ്ടോ പിണറായി ഉണ്ടോ എന്നുള്ളതല്ല, പക്ഷേ ഇവരെയൊക്കെ ഉൾപ്പെടുത്തിയാണോ ഈ വാദഗതികൾ സ്വപ്ന മുന്നോട്ട് വയ്ക്കുന്നത്? സ്വപ്നയ്ക്ക് വിജീഷ് പിള്ള 30 കോടിയും ഒരു പുതിയ പാസ്പോർട്ടും കൊടുക്കാമെന്ന് പറഞ്ഞതിന് പിന്നിൽ ആരാണ് അങ്ങനെ പറയിപ്പിച്ചത്? എന്തുകൊണ്ടാണ് അങ്ങനെ പറയിപ്പിക്കേണ്ടതെന്ന സാഹചര്യമുണ്ടായത്? സ്വപ്ന സ്വർണ്ണക്കള്ളക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് 2016 മുതൽ മുഖ്യമന്ത്രി പിണറായി വിജയനുമായി ബന്ധപ്പെടുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭാ കാലയളവിലാണ് സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് നടക്കുന്നത്. ആ കാലഘട്ടത്തിൽ അദ്ദേഹത്തോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുവാൻ കഴിഞ്ഞു എന്നുള്ളത് കൊണ്ട് തന്നെ സ്വപ്ന സുരേഷിന് ഒളിച്ചു വയ്ക്കുവാൻ എന്തൊക്കെയോ ഉണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും. അത്തരത്തിൽ ഒളിച്ചു വയ്ക്കുവാൻ കഴിയുന്ന കാര്യങ്ങൾ ഉള്ളതുകൊണ്ടും അതൊരിക്കലും പൊതുസമൂഹം അറിയരുത് എന്നതുകൊണ്ടായിരിക്കുമല്ലോ സ്വപ്ന സുരേഷിന് 30 കോടിയും പുതിയ പാസ്പോർട്ടും നൽകുവാൻ വിജീഷ് പിള്ള തയ്യാറാകുന്നത് എന്ന സ്വപ്ന സുരേഷിൻ്റെ ചോദ്യം കേരളം ചോദിച്ചു തുടങ്ങേണ്ടിയിരിക്കുന്നു. കാരണം അതിന് പിന്നിൽ പ്രവർത്തിച്ച ആ വമ്പൻ ആരാണ്? ആ വമ്പൻ സ്രാവ് ഏതാണ്? അത് ഏത് രാഷ്ട്രീയക്കാരനാണ്? ഏത് മന്ത്രിയാണ്? ഏത് മന്ത്രിസഭാംഗമാണ്? ഇനി മുഖ്യമന്ത്രിയാണെങ്കിൽ അതടക്കം കണ്ടുപിടിക്കേണ്ടതല്ലേ? അങ്ങനെ കണ്ടുപിടിക്കേണ്ട ഒരു വലിയ ചോദ്യമാണ് സ്വപ്ന സുരേഷ് ഇപ്പോൾ രാഷ്ട്രീയ കേരളത്തിനോട് ചോദിക്കുന്നത്. അതിനുള്ള മറുപടി ഇവിടുത്തെ ആഭ്യന്തര വകുപ്പും പോലീസ് സംവിധാനങ്ങളും നൽകിയേ പറ്റൂ.